ഇവിടെ ഇവന് ഏകദേശം 38 വയസ്സായിട്ടും കല്യാണം കഴിയുന്നില്ല. കാരണം ഇവൻ ആലോചിക്കുന്ന പെണ്ണ് എല്ലാവരും തല ചൊട്ടയതുടനെ കല്യാണം വേണ്ടെന്ന് പറയാണ്. അതേസമയത്ത് ഇവൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഇവന്റെ രൂപത്തിൽ വെച്ച് കളിയാക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു സൈഡ് ലൈഫ് ഇവനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക, മറ്റേ സൈഡ് പോലീസുകാരാണെങ്കിൽ ഇവൻ എപ്പോഴെല്ലാം വണ്ടി കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു കറക്റ്റ് ആയിട്ട് ഹെൽമെറ്റ് എടുക്കാൻ മാർക്കുന്ന ദിവസം നോക്കി പിടിക്കുന്നുണ്ടാവും. അവസാനം ഇവന് ഫൈൻ എഴുതി മതിയാവുന്ന പോലീസുകാരനെ ഹെൽമെറ്റ് വാങ്ങിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ഇതിനിടയിൽ ഇവന് ഒരു ഇമ്പോർട്ടന്റ് ആയ ക്ലയന്റിന് മിസ് ചെയ്യണം. അതോടെ ഇവന് ജോലി നിന്ന് പറഞ്ഞു വിടും. ഒരു സൈഡ് ഇവന്റെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, മറ്റേ സൈഡ് വീട്ടുകാരാണെങ്കിൽ പെണ്ണ് നോക്കുന്നുണ്ടാകും. പക്ഷെ എല്ലാവരും ഒരേ റീസൺ കാരണം വേണ്ടെന്ന് പറയാണ്. അപ്പോഴായിരിക്കും ഹീറോ ഒരു ഡോക്ടറിനെ കാണാൻ. അയാളാണെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ആ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഏകദേശം 1.5 ലക്ഷം ആവുമെന്ന് പറയും. എന്നാൽ അത്രയ്ക്ക് വലിയ എമൗണ്ട് ഹീറോന്റെ ഉണ്ടാവില്ല. പക്ഷെ പെട്ടെന്നായിരിക്കും എന്റെ വലിയമ്മ മരിച്ചു പോകുക. അവരുടെ പേരിലാണെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടാക്കും. അങ്ങനെ കിട്ടുന്ന പൈസ ഉപയോഗിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യാണ്. പക്ഷെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിയുന്ന സമയത്ത് ഇനി മനസ്സിൽ ഗിൽറ്റ് ആവാൻ തുടങ്ങും. ഇവന്റെ വലിയമ്മ മരിച്ചു പോയിട്ട് അതുമൂലം കിട്ടിയ പൈസ കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് മുടി വേണ്ടെന്ന് പറയാണ്. പക്ഷെ ഡോക്ടർ ആണെങ്കിൽ അതിനെ സമ്മതിക്കില്ല. എന്നാൽ ഇവന് മുടി പോകാനുള്ള മേജറായ റീസണിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ചിലപ്പോൾ അത് യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് ആയിരിക്കും എന്ന് പറയും. സോ ഹീറോ ആണെങ്കിൽ ഒരു വലിയ തീരുമാനം എടുത്തിട്ട് അടുത്ത ദിവസം കോർട്ടിലേക്ക് ഒരു കേസ് ഫയൽ ചെയ്യും. ഇവന്റെ മുടി പോകാൻ കാരണം ഹെൽമെറ്റ് ആണ്. അതിട്ട് വണ്ടി ഓടാൻ പറയുന്നതാണെങ്കിൽ ഗവൺമെന്റും. സോ ഇവന്റെ മുടി പോകാൻ കാരണമായി ഗവൺമെന്റ് തന്നെ കല്യാണം കഴിച്ച് വെക്കണം പറഞ്ഞ് കേസ് കൊടുക്കും. ഇതിൽ ഇവൻ എന്തായാലും ജയിക്കാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് വെക്കുക.